നമസ്കാരം. വിശ്വാസപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായി ഷെക്കേന ടി വി അവതരിപ്പിക്കുന്ന നൈറ്റ്സ് ടെംപ്ലർ എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യേശുനാമം എത്ര മനോഹരമായൊരു നാമമാണ്. നമ്മെല്ലാം ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് യേശുനാമത്തിൻ്റെ ശക്തിയെക്കുറിച്ചും യേശു ഏക രക്ഷകനാണെന്നുമൊക്കെ. ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അനന്യതയെക്കുറിച്ചാണ്. 2000 വർഷങ്ങളോളം പഴക്കമുള്ള യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് എത്രയോ മഹാന്മാർ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യം മുതൽ ഇങ്ങോട്ട് ഈ കാലഘട്ടത്തിൽ പോലും യേശുനാമത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് പലതരത്തിലുള്ള പ്രവണതകൾ നമ്മൾ കണ്ടുവരുന്നു. അതിനേക്കാളൊക്കെ ഇരട്ടി ശക്തിയിൽ യേശുനാമം ഇന്ന് ലോകത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായിട്ട് ഇവിടെ ആയിരിക്കുന്നത് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ബ്രദർ MM ജെറാൾഡ് സാറാണ്. ബ്രദറിനെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ബ്രദർ. ബ്രദറെ, ആദ്യ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മളെല്ലാവരും കയ്യിലൊരു മൊബൈൽ ഫോണൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആൻറ്റി ക്രൈസ്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ക്രിസ്തീയ വിരുദ്ധ ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹം തന്നെ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യേശു ലോകത്തിലെ ഏറ്റവും മഹനീയ വ്യക്തിയാണ് എന്നതിനെക്കുറിച്ച് തെറ്റിദ്ധാരണമായ പല പ്രസംഗങ്ങളും സോഷ്യൽ മീഡിയയിലുണ്ട്. അതുപോലെ തന്നെ യേശു പ്രാർത്ഥിച്ചിരുന്നുകൊണ്ട് ദൈവമല്ല, യേശു ഒരു ചരിത്ര പുരുഷനല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ആൻസർ സാറിന് പറയാൻ പറ്റുമോ? യേശു ഒരു ചരിത്ര പുരുഷൻ ആണ് എന്നുള്ളതിന് ഈ കാലഘട്ടത്തിൽ എങ്ങനെ പറയാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ക്രിസ്തു ഇല്ലാത്ത രാഷ്ട്രങ്ങളുടെ അവസ്ഥ, ക്രിസ്തുവോ ക്രിസ്തീയ സംസ്കാരങ്ങളോ ഇല്ലാത്ത രാഷ്ട്രങ്ങളുടെ അവസ്ഥ എടുത്ത് നോക്കിയാൽ ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ് എന്നുള്ളതും ക്രിസ്തുവിന്റെ ആധികാരികതയും ആവശ്യകതയും ഏറ്റവും കൂടുതൽ ബോധ്യപ്പെടുക. നമ്മൾ ചൈനയെ എടുത്താലും മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങൾ എടുത്താലും ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ടുള്ള ഏത് രാഷ്ട്രങ്ങളുടെ അവസ്ഥ എടുത്താലും അവിടെ നമുക്ക് കാണാൻ പറ്റും ക്രിസ്തുവിന്റെ മഹനീയത. ക്രിസ്തു ഇല്ലായ്മയിൽ ക്രിസ്തുവിനെ മാറ്റി നിർത്തുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു അപരിഷ്കൃത സംസ്കാരം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി ചരിത്ര പുരുഷനാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ചരിത്രത്തെ രണ്ടായി കീറി മുറിച്ചു. ചരിത്രം ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവും എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ ആധികാരികത മൂലമാണ് ക്രിസ്തു ഒരു ചരിത്ര പുരുഷനായി തീർന്നെന്നുള്ളതാണ്. ചരിത്രത്തെ ആധികാരികത മൂലമാണ് ക്രിസ്തു ചരിത്രത്തെ രണ്ടായി കീറി മുറിച്ചത്. ഇനി മറ്റൊന്ന്, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും സ്വാധീനിക്കുവാനും മനുഷ്യനെ മനുഷ്യനായി കാണുവാനും മറ്റുള്ളവരെ പ്രേരിപ്പിച്ച ഒരു ശക്തി, ഒരു വ്യക്തി ക്രിസ്തുവിനെ പോലെ വേറെ ആരുമില്ല. ഏതെങ്കിലും വ്യവസ്ഥാപിതമായ സംഘടിത മതങ്ങൾ രൂപീകരിക്കുന്നതിൽ പലരും വിജയിച്ചിട്ടുണ്ടാവും. പക്ഷെ തന്റെ മതത്തിന് പുറത്തേക്ക് കടന്നുകൊണ്ട്, തന്റെ വംശത്തിന് പുറത്തേക്ക് കടന്നുകൊണ്ട്, തന്റെ കളറിന് പുറത്തേക്ക് കടന്നുകൊണ്ട്, ദേശങ്ങൾ വിട്ട്, താൻ ജനിച്ച നാടുകൾ വിട്ടുകൊണ്ട് കുഷ്ഠരോഗികളുടെ ഇടയിലേക്കും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും തന്റെ ജീവിതം സമർപ്പിക്കുവാൻ തന്നെ കണ്ടെത്തിയവരെ പ്രേരിപ്പിച്ച ഒരു ശക്തി, വ്യക്തി ക്രിസ്തുവിനെ പോലെ വേറെ ആരുമില്ല. ആ മേഖല നമ്മൾ പരിശോധിക്കുമ്പോൾ ക്രിസ്തുവിനോട് മത്സരിക്കാൻ ആരുമില്ല എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. എന്ന് പറയാ 2%, 2 ഉള്ളൂ ഭാരതത്തിലെ ക്രൈസ്തവര്. പക്ഷെ നമ്മുടെ ക്രൈസ്തവ വിശ്വാസികളുടെ സംഭാവന നോക്കുക. സാമൂഹ്യ പ്രതിബദ്ധതയുടെ മേഖലയിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതില് നമുക്കറിയാം. ഈ അനാഥ കുട്ടികളെ സംരക്ഷിക്കാൻ ഇഷ്ടം പോലെ, അതായത് യത്തീംഖാനകളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ രാഷ്ട്രങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ലാഭേച്ഛയില്ലാതെ, ജാതി മതം നോക്കാതെ ഈ വക മേഖലകളിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ തങ്ങളായിരിക്കുന്ന രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി, അതുപോലെ സ്കൂളുകളും കോളേജുകളും വില്ലേജ് ഓഫീസുകൾ കൊണ്ടുവരുവാന്, കറണ്ട്, വെള്ളം, വെളിച്ചം, വഴി, ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച, ജാതിയും മതവുമില്ലാതെ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ കോടാനുകോടി മനുഷ്യരെ പ്രേരിപ്പിച്ച ഏക വ്യക്തി ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ ചരിത്ര പുരുഷൻ എന്ന നിലയിലും ചരിത്രത്തെ രണ്ടായി കീറി മുറിച്ചവൻ എന്ന നിലയിലും ഇന്നും ചരിത്രത്തെ ശരിക്കും മനുഷ്യരാശിയെ അവന്റെ യഥാർത്ഥ മനുഷ്യത്വത്തിലേക്ക് വളരുവാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തി എന്ന നിലയിലും ക്രിസ്തുവിന്റെ അനന്യത ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കുന്നതേ അല്ല എന്നുള്ളതാണ്. ഈ യേശു ദൈവമല്ല, യേശു പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവമല്ല എന്നുള്ള വാദം ഉന്നയിക്കുന്നത് തീർച്ചയായും നമുക്കറിയാം. നമുക്ക് ചില മതസ്ഥരുടെ ഇടയിൽ നിന്ന് ശക്തമായ വാദം ഉന്നയിച്ച് കേൾക്കാറുണ്ട്. അപ്പം ചില സാധാരണ വിശ്വാസികളിൽ തന്നെ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഇവിടെ ദൈവശാസ്ത്രജ്ഞന്മാര് യേശു ഒരേ സമയമായിരുന്നു, അതേസമയം ദൈവമായിരുന്നു. അതുകൊണ്ട് റോൾ മോഡലാണ്.
അപ്പൊ ക്രിസ്തു പ്രാർത്ഥിച്ചത് പിതാവും ദൈവമായിട്ടുള്ള ബന്ധത്തെ കാണിക്കാൻ വേണ്ടിയാണ്. ബന്ധമായിരുന്നു അത്, എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. അതോടൊപ്പം തന്നെ യേശുവിന്റെ പ്രാർത്ഥനയുടെ കണ്ടന്റ്, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണ്, അങ്ങയുടെ രാജ്യം, ചൈനയിലാണേലും എവിടെയാണെങ്കിലും ഞങ്ങൾ ആയിരിക്കുന്നിടത്ത് ഭാരതത്തിലാണെങ്കിലും അങ്ങയുടെ തിരുമനസ്, സ്നേഹത്തിന്റെ ആ രാജ്യം വരണമേ എന്നാണ് ക്രിസ്തു പ്രാർത്ഥിച്ചത് എന്നുള്ള നമുക്ക് വിശദീകരണങ്ങൾ ദൈവശാസ്ത്രജ്ഞന്മാർ ഉന്നയിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനിതിനെ വ്യത്യസ്തമായിട്ടൊന്ന് കാണാൻ ആഗ്രഹിക്കുന്നത്, യേശു പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തില് വിധി മുഴുവൻ പിതാവ് മനുഷ്യപുത്രനെ ഏൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്, സുഖലോലുപത, ജീവിത വ്യഗ്രത, മദ്യാസക്തി ഇവയൊരു കെണി പോലെ നിങ്ങളുടെ മേൽ എന്ന് പറഞ്ഞുകൊണ്ട് ലൂക്കായുടെ സുവിശേഷത്തിലെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ അതുകൊണ്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയുള്ള ശക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ കൃത്യമായ ഉത്തരത്തിൽ തന്നെയാണ്, തെറ്റിദ്ധരിക്കേണ്ട. അപ്പൊ ഈ പ്രാർത്ഥിച്ചു മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാൻ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ അന്ത്യവിധിയെ കുറിച്ച് പറയുമ്പോൾ അവിടെയും മനുഷ്യപുത്രൻ മഹത്വത്തിൽ എഴുന്നള്ളി വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ മനുഷ്യപുത്രൻ എന്ന് പറയുന്ന ഈ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം കോറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തില് 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൽ 19 വരെയുള്ള വാക്യത്തിൽ പറയുകയാണ്, അവനിൽ നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമല്ലാത്തവനെ അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. എങ്ങോ മാറിയിരുന്ന് മനുഷ്യന്റെ ചിന്തകളെയും പ്രവൃത്തികളെയും നിരീക്ഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയല്ല ഞാനെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ആദിയിൽ ദൈവത്തോടു കൂടി ഉണ്ടായിരുന്ന മഹത്വം വെടിഞ്ഞ് അവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. അപ്പം മനുഷ്യനെ വിധിക്കണമെങ്കിൽ ദൈവം നീതിമാനാകയാൽ അവൻ മനുഷ്യന്റെ എല്ലാ പരിമിതികളിലും അവൻ ഇവിടെ ജീവിക്കണം. അപ്പം മനുഷ്യന്റെ പരിമിതികളിൽ ജീവിച്ച ഒരുവന് മാത്രമേ മനുഷ്യനെ വിധിക്കാൻ അർഹതയുള്ളൂ എന്നാണ് ദൈവത്തിന്റെ നീതി. അവനിൽ നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്, ക്രിസ്തുവിൽ നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമല്ലാത്തവനെ അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് പറയുന്ന വചനത്തിന്റെ വ്യാഖ്യാനം ഇതാണ്. വളരെ കൃത്യമായി യോഹന്നാൻ 17:19 വീണ്ടും പറയുന്നുണ്ട്, പിതാവെ സത്യത്താൽ ഇവരെ വിശദീകരിക്കേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുന്നു. ക്രിസ്തു തന്റെ എല്ലാ കാര്യങ്ങളും തന്റെ മനുഷ്യത്വത്തിലാണ് ചെയ്തത്, ദൈവത്വത്തിലല്ല. ദൈവത്വം ഉപയോഗിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. രോഗികളെ സുഖപ്പെടുത്താൻ, മരിച്ചവരെ ഉയർപ്പിക്കാനൊക്കെ ക്രിസ്തു തന്റെ ദൈവത്വമാണ് പ്രകടിപ്പിച്ചത്. പക്ഷേ താനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അവൻ തന്റെ മനുഷ്യത്വത്തിൽ പ്രവർത്തിച്ചു. മനുഷ്യനെ വിധിക്കണമെങ്കിൽ പച്ചയായ മനുഷ്യനായി ഇവിടെ ജീവിക്കണം. അപ്പൊ പച്ചയായ മനുഷ്യൻ ജീവിക്കുമ്പോൾ ഏറ്റവും മഹനീയനായ മനുഷ്യനായി ക്രിസ്തു ഇവിടെ കാണപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ട് അവൻ ഭക്ഷണം കഴിക്കുന്നു, വേദനയുണ്ടാകുമ്പോൾ നെടുവീർപ്പെടുന്നതായി കാണുന്നു, കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരു പരിപൂർണ മനുഷ്യൻ എങ്ങനെ പെരുമാറണമെന്നുള്ള കൃത്യമായ മാതൃക കാണിച്ചു തരുവാനും ഇത് നിങ്ങൾക്ക് സാധ്യമാണ്, ഇതാ നിങ്ങൾക്ക് അനുകരണീയമായ ഒരു മാതൃക ഞാൻ കാണിച്ചു തന്നിരിക്കുന്നു എന്ന് നമുക്ക് സാധ്യമാണ് എന്നും ഒപ്പം അത് തന്നിൽ തന്നെ തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു പ്രാർത്ഥിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തുവെന്നാണ് വചനത്തിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹെബ്രായ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യം കൂടി ഞാൻ പറയാം. 4-ാം അധ്യായം 15 മുതൽ ഇങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്തൊരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ. നമുക്കെത്ര മഹനീയമായിട്ടാണ്. ദൈവം നീതിമാനാണ്, അതുകൊണ്ട് തന്നെ അവൻ നീതിയായി വിധിക്കാൻ പറ്റുകയുള്ളൂ. മനുഷ്യന് അസാധ്യമായ ഒരു കാര്യം മനുഷ്യന്റെ മേൽ അവൻ അടിച്ചേൽപ്പിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്നതുപോലെ വചനം മാംസം ധരിച്ച് നമ്മിൽ ഒരുവനായി അവൻ ജീവിച്ചിവിടെ കാണിച്ചു തന്നു. കൃത്യമായ അനുകരണീയമായ മാതൃക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ മാതൃക കാണിച്ചു തരാൻ വേണ്ടി കൂടിയാണ് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരമായിരിക്കുന്നത്. അപ്പൊ ക്രിസ്തു പ്രാർത്ഥിച്ചത് സമ്പൂർണ്ണ മനുഷ്യൻ എങ്ങനെയായിരിക്കണം, ഒരു പരിപൂർണ മനുഷ്യൻ എങ്ങനെയായിരിക്കണം. അതുകൊണ്ടാണല്ലോ മനുഷ്യപുത്രൻ എന്ന് പ്രത്യേകം പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. മനുഷ്യപുത്രൻ അവൻ ആദ്യജാതനാണ്. ഇതേപോലെ ഒരു മനുഷ്യൻ ഉണ്ടായിട്ടുമില്ല, ഉണ്ടാകാനും പോകുന്നില്ല. ഇതുകൊണ്ടാണ് ക്രിസ്തു പ്രാർത്ഥിച്ചത്. അപ്പൊ ഒന്ന് റോൾ മോഡലാണ്, 2 ദൈവവുമായിട്ട് പിതാവുമായിട്ടുള്ള ബന്ധമാണ്, 3 ദൈവ മനുഷ്യൻ എങ്ങനെ പെരുമാറണം എന്നുള്ളത് കാണിച്ചു തരികയാണ്, 4 ശൂന്യതയിൽ മാറി നിന്നുകൊണ്ട് നമ്മെ വിധിക്കുന്ന ഒരു ദൈവമല്ല, ഞാൻ നിങ്ങളിൽ ഒരുവനായി വചനം മാംസം ധരിച്ച് ഇവിടെ ജീവിക്കുകയും നിങ്ങൾക്കിത് സാധ്യമാണെന്ന് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ക്രിസ്തു പ്രാർത്ഥിച്ചതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ക്രിസ്തു പ്രാർത്ഥിച്ചു എന്നുള്ളതായ മറ്റു മതസ്ഥരിൽ നിന്നോ ആരിൽ നിന്നുള്ള ആരോപണം ഒരിക്കലും നമുക്ക് ഒരു നാണത്തിനോ ചമ്മലിനോ ഉള്ളതല്ല, മറിച്ച് ക്രിസ്തുവിൽ നമുക്ക് അഭിമാനിക്കാനുള്ളതും ഒപ്പം ഇത് നമുക്ക് വലിയ ബലം നൽകുന്ന സാധ്യതയുമാണ്. കർത്താവ് മനുഷ്യനായിട്ടാണ് ഇവിടെ ജീവിച്ചത്, അവനോട് ചേർന്ന് നിൽക്കുന്ന നമുക്കും ഇത് സാധ്യമാണ് എന്നുള്ളത് അഭിമാനത്തിന് നിമിഷങ്ങളായിട്ടാണ് ഇത് എടുക്കേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നെക്സ്റ്റ് ചോദ്യമാണ്,
യേശുവിൻ്റെ ലൈഫ് മറ്റുള്ളവർക്ക് ഒരുപാട് മോഡലാണ്. ഇപ്പം നമുക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം, പല മഹാന്മാരും നമ്മുടെ റോൾ മോഡലുകളായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ യേശുവിനെ ഒരു റോൾ മോഡലായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം കുറച്ച് ആളുകളൊക്കെ എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ കളിയാക്കുന്ന അല്ലെങ്കിൽ നാണക്കേടായിട്ടൊക്കെ കരുതുന്ന ഒരു കാര്യമാണ് യേശുവിനെ റോൾ മോഡലായിട്ട്. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ലൈഫ് അല്ലെങ്കിൽ മറ്റു വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടും അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാര്യം റോൾ മോഡലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്തത്? പ്രിയപ്പെട്ട ബ്രദറെ, യേശുവിന്റെ മഹനീയത എന്നുള്ള ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്, അതിനെ ഞാൻ ഇങ്ങനെയാണ് കാണുന്നത്. യേശു ഈ കാലഘട്ടത്തിൽ ഇപ്പൊ സയൻസ് സാറ് നമ്മുടെ ചുറ്റുവട്ടത്തിലേക്ക് നോക്കിക്കേ, സയൻസിന്റെ എന്തും നമുക്ക് മെച്ചമെന്ന് പറയുമ്പം ശാരീരിക തലം മാത്രമേ സയൻസ് ശ്രദ്ധിക്കുന്നുള്ളൂ. എങ്ങനെ ദൂരത്തെ കുറയ്ക്കാൻ പറ്റും, എങ്ങനെ അടുക്കളയിൽ കയറാതെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ ഡ്രൈവർ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റും, എങ്ങനെ ഗിയറില്ലാത്ത, ഇങ്ങനെ ഈ ഒരു ശരീരത്തിന്റെ തലം മാത്രമേ കാണുന്നുള്ളൂ. ആത്മാവില്ലാത്ത മനുഷ്യൻ മാനസികവും ശാരീരികവും ആത്മീയമായ തലങ്ങളുണ്ട്. ഇത് മൂന്നും ഒരേപോലെ സമന്വയിച്ചാൽ മാത്രമേ അത് പരിപൂർണതയാകുന്നുള്ളൂ. അതിന് ക്രിസ്തു മുമ്പോട്ട് വെച്ചിടത്തോളം മഹനീയമായ മാതൃക ആരും മുമ്പോട്ട് വെച്ചിട്ടില്ല. ഇപ്പൊ നമ്മൾക്ക് ഈ കാലഘട്ടത്തില് ഇപ്പൊ ഞാൻ പറയാം, മനുഷ്യൻ സംതൃപ്തിക്കും സമാധാനത്തിനും വേണ്ടിയാണ് ജീവിക്കുന്നത്. ഒന്ന് നോക്കുക, ഇന്ന് പലപ്പോഴും നമുക്കൊരു സ്വതന്ത്ര ചിന്തകർ യുക്തിവാദികൾ ഉന്നയിക്കുന്ന ഒരു വാദമാണ് സമാധാനമുള്ള രാഷ്ട്രം മതമില്ലാത്ത രാഷ്ട്രമാണെന്ന് പറയുന്നുണ്ട്. ചൈനയിലേക്ക് നോക്കുക, 26 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ, പെൺകുട്ടികൾ അവിവാഹിതരാണെങ്കിൽ പോലും ലെഫ്റ്റ് ഓവർ വിമൺ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ കിട്ടും. അവർക്ക് സ്വന്തം തീരുമാനമെടുക്കാൻ അവകാശമില്ല. ഇനി മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളിലേക്ക് പോയി നോക്കുക, അവിടെ എന്താണ് സ്ത്രീകളെ കാണുന്നത്, മനുഷ്യനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു രാഷ്ട്രീയ വിഷയത്തിൽ സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ക്രിസ്തുവിന്റെ പ്രത്യേകത ഏത് ശാസ്ത്രയുഗത്തിലും ഒരിക്കലും മാറ്റിവെക്കാനാവുകയില്ല. കാരണം ഏതെല്ലാം നാട്ടിൽ ജനങ്ങൾ സംതൃപ്തിയോടെ ജീവിക്കുന്നുണ്ടോ അവിടെ ക്രിസ്തു എന്ന ദൈവം ഇല്ലെങ്കിൽ പോലും ക്രിസ്തു മുമ്പോട്ട് വെച്ച ആദർശങ്ങൾ ഇല്ലാത്തടത്ത് സമാധാനമില്ല എന്നുള്ളതാണ്. അവിടെ വിവേചനമുണ്ടെന്നുള്ളതാണ്. വർണ്ണവർഗ വിവേചനം ഇപ്പോൾ നിലനിൽക്കുകയാണെന്നുണ്ട്. ഇന്നത്തെ മനോരമയിൽ ഒരു ന്യൂസ് ഉണ്ട്, നോക്കുക, ഒരു ദളിത് യുവാവ് അമ്പലത്തിൽ കയറിയതിന്റെ പേരിൽ അദ്ദേഹത്തിന് നേരെ ഉണ്ടായത് ഇന്ന് മനോരമയിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ക്രിസ്തു ഇല്ലാത്തടത്തുണ്ടാകുന്ന, അപ്പൊ ക്രിസ്ത്യാനികളുടെ, അപ്പൊ നമ്മൾ പറയും എല്ലാ ക്രിസ്തു ഉള്ളിടത്തെല്ലാം, ക്രിസ്തു വിശ്വാസം ഉള്ളിടത്തെല്ലാം നന്മയാണെന്ന് ചോദിച്ചാൽ അല്ല, അത് ഞാൻ പറയുന്നില്ല. കാരണം ക്രിസ്തുവിനെ അനുകരിക്കുന്നതിൽ നമുക്കുണ്ടാകുന്ന വീഴ്ചകളെ ക്രിസ്തുവിലേക്ക് ലോകം ആരോപിക്കുകയാണ്. പക്ഷെ ക്രിസ്തുവിന്റെ ഏതെങ്കിലും ഒരു ദർശനത്തിന് പകരം വെക്കുവാനോ അതിനെ ചോദ്യം ചെയ്യാനോ ഇന്ന് ഇവർ ലോകത്തിന് സാധിച്ചിട്ടുണ്ടോ? യൗവനത്തിലെ ഭാര്യ ഉപേക്ഷിക്കരുതെന്ന് വചനം പറയുന്നുണ്ട്. പ്രേമിച്ച് വിവാഹം കഴിക്കുന്ന ഈ തലമുറ പറയുന്നു. ക്രിസ്തുവിൽ ഏറ്റവും മനോഹരമായ പ്രേമത്തിന്റെ ഇത് മുമ്പോട്ട് വെച്ചത്, നിന്റെ യൗവനത്തിലെ ഭാര്യയോട് വിശ്വസ്തത പുലർത്തണം. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരും, സ്ത്രീ മാതാപിതാക്കളോട് പുരുഷനോട് ചേരും. കുടുംബജീവിതത്തിന്റെ, ഭാര്യ-ഭർത്തൃ ബന്ധത്തിന്റെ, മനുഷ്യബന്ധത്തിന്റെ ഏറ്റവും മഹനീയ മുമ്പോട്ട് വെച്ചത് ക്രിസ്തുവല്ലേ? കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഓർത്ത് നോക്കിയ മക്കളെ കുറിച്ച് എന്താ പറയുന്നത്, മാതാപിതാക്കളെ കുറിച്ച് എന്താ പറയുന്നത്? ആധുനിക ലോകം ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോൾ ക്രിസ്തു മുമ്പോട്ട് വെച്ച ഏത് ആദർശത്തെയാണ് അവർക്ക് മാറ്റി നിർത്താൻ സാധിക്കുക? ഏത് ഭരണഘടനകൾ എടുത്താലും, ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന മഹനീയമായ ഏത് ഭരണഘടനകൾ എടുത്താലും അതിന്റെ അടിത്തറ ഒന്നല്ലേ ക്രിസ്തുവിന്റെ മലയിലെ പ്രസംഗത്തെക്കുറിച്ചോ അന്ത്യവിധിയെക്കുറിച്ചോ മനുഷ്യ സ്നേഹത്തെക്കുറിച്ചുള്ള ഏതെങ്കിലും പ്രബോധനത്തിൽ അധിഷ്ഠിതമായിരിക്കും. അതുകൊണ്ട് ഇനി മനുഷ്യൻ ചന്ദ്രനെ പോയി താമസിച്ചാലും, സൂര്യനിൽ സാധ്യമല്ലെങ്കിൽ സൂര്യനെ പോയി താമസം ഉറപ്പിച്ചാലും, മനുഷ്യൻ മാനസികവും ശാരീരികവും ആത്മീയ തലങ്ങളുള്ള വ്യക്തി ആയതുകൊണ്ട് അവന്റെ പൂർണ്ണത അവൻ അനുഭവിക്കണമെങ്കിൽ ക്രിസ്തു മുമ്പോട്ട് വെച്ച ദർശനങ്ങളെ സ്വീകരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. രണ്ടുള്ളവനൊന്നും ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറയുന്ന പങ്കുവെക്കലിന്റെയും സ്നേഹത്തിന്റെയും ക്ഷമയുടെയും പകരം വെക്കാനില്ലാത്ത മാതൃകയും യഥാർത്ഥ സ്രോതസ്സുമായിരിക്കുന്ന ക്രിസ്തുവിനെ മാറ്റി നിർത്തി മനുഷ്യരാശിക്ക് എന്ത് വികസനമാണ് എന്നുള്ളത് മറുപടി പറയേണ്ടത് നമ്മളല്ല, മറിച്ച് ഈ വാദം ഉന്നയിക്കുന്ന ശാസ്ത്രലോകമാണ്, യുക്തിവാദികളാണ്, ക്രിസ്തു നിഷേധികളാണ് ഇതിന് മറുപടി പറയേണ്ടത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, നമുക്കൊക്കെ ആണെങ്കിൽ യേശു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ വളരെയധികം റോൾ മോഡലായിട്ട് എടുക്കാൻ പറ്റിയ ഏറ്റവും സൂപ്പറായിട്ടൊരു വ്യക്തിയാണ് യേശു. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് യേശുവിൻ്റെ പഠനങ്ങൾ, യേശു പഠിപ്പിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ യേശുവിൻ്റെ ആദർശങ്ങളെല്ലാം കൊള്ളിയേല അല്ലെങ്കിൽ ഇന്നത്തെ എസ്പെഷ്യലി സയൻസൊക്കെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ യേശുവിൻ്റെ പഠനങ്ങൾ ഇത് തള്ളിക്കളയേണ്ട കാര്യങ്ങളാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്നാൽ എന്തുകൊണ്ടാണ് സയൻസിന് ഇങ്ങനൊരു അവസ്ഥ? നമ്മൾ സയൻസ് പറയുന്ന അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രത്യേകിച്ച് യുവജനങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നതാണ്. യേശു ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ യേശു ഉള്ളതിന് എന്താ തെളിവെന്നൊക്കെ പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പം അതിനെ കുറിച്ച് സാറിന് എന്താ അഭിപ്രായം?
ഇപ്പൊ സാധാരണക്കാരൻ നമ്മൾ പറഞ്ഞു ഇത്തരം ഒരു ചോദ്യം ചോദിക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു കാര്യം, ക്രിസ്തു ദർശനം മുമ്പോട്ട് വെക്കുന്ന നമ്മുടെ മുമ്പിൽ വെക്കുന്ന ചില മാനുഷിക രീതിയിൽ സംസാരിച്ച ചില പരിമിതികളുണ്ട്. നമുക്ക് ലിവിങ് ടുഗദർ ഇന്നത്തെ പുതിയൊരു മതമുണ്ട്. ആ ഒരു മതമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യം സാധാരണ വിശ്വാസികളെ കുഴക്കാൻ വേണ്ടി മുമ്പോട്ട് കൊണ്ടുവരുന്ന എന്നുള്ളതാണ്. ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ടു ലീവ് ആൻഡ് ലെറ്റ് ലീവ്, ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക, അവരനെ ബുദ്ധിമുട്ടിക്കാത്തിടത്തോളം സ്വാതന്ത്ര്യത്തിലേക്ക് പോവുക എന്നുള്ള ഒരു പുതിയ മതം ഇവിടെ വളർന്നു വരുന്നുണ്ട്. അവരാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ക്രിസ്തുവിലായിരിക്കുമ്പോൾ ചില എന്താ പറയുക, നമ്മുടെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി നമുക്ക് സ്വാതന്ത്ര്യത്തെ സ്നേഹത്തിന്റെ അളവുകോൽ കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ചോദ്യം ഈ ബോണ്ടിൽ നിന്ന് ക്രിസ്തു മുമ്പോട്ട് വെക്കുന്ന ശാരീരിക തലത്തിലുള്ളതായ ഇഷ്ടം പോലെ ജീവിക്കാനുള്ള പ്രവണതയിൽ നിന്ന് മാറി നിൽക്കാൻ ക്രിസ്തു ആവശ്യപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ ലോകത്തിലാണെന്നാൽ ലോകത്തിൻ്റെതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ക്രിസ്തു ദർശനങ്ങളുടെ ആധികാരികതയല്ല ഇവിടുത്തെ പ്രശ്നം, മറിച്ച് അവരുടേതായ ഒരു ലോകം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവർ പകരം എന്ത് മുമ്പോട്ട് വെക്കുന്നു? മനുഷ്യനെ നയിക്കുന്നത് തീർച്ചയായും ആശയങ്ങളാണ്. മനുഷ്യന്റെ ഏറ്റുമുട്ടലുകൾ മുഴുവൻ നമുക്കറിയാം ആശയഗതികൾ തമ്മിലാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. ഇസ്ലാം, ക്രിസ്ത്യൻ, കമ്മ്യൂണിസ്റ്റ്, ക്യാപിറ്റലിസം, സോഷ്യലിസം, അങ്ങനെ ആശയങ്ങൾ തമ്മിലാണ് ലോകത്തെ ഭരിക്കുന്നതും ആശയമാണ്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവരോട് നമുക്ക് ചോദിക്കാനുള്ള സിമ്പിൾ ചോദ്യം ഇതാണ്: സർവ്വ നിയമങ്ങളിൽ നിന്നും സ്വതന്ത്രമായി 100% സാക്ഷരതയുള്ള കേരളവും ഈ 100% സാക്ഷരതയും സാമൂഹികമായ സുരക്ഷിതത്വം ഏകദേശം ഉണ്ടെന്ന് അവകാശപ്പെടാൻ സാധിക്കുന്ന പാശ്ചാത്യ യൂറോപ്പിലും ഒക്കെ സമാധാനമുണ്ടോ? അപ്പൊ ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ പ്രശ്നം തീരുമോ? തീരില്ല. മാത്രവുമല്ല, പകരമായി അവർ മറ്റെന്തെങ്കിലും അവിടെ കൊണ്ടുവരുന്നുണ്ട്. ഈ പകരം കൊണ്ടുവരുന്നവ അവർക്ക് സമാധാനം നൽകുന്നതില്ല. അപ്പൊ സ്വാഭാവികമായി ഏതെങ്കിലും ഇസങ്ങളോ ഏതെങ്കിലും റോൾ മോഡലുകളോ ലോകത്തിന് ആവശ്യമുണ്ട് എന്ന് നമുക്ക് തിരിച്ചു പറയാൻ കഴിയണം. ആരെയെങ്കിലുമൊക്കെ നമ്മൾ നേതാക്കന്മാരായും എന്തിനെങ്കിലുമൊക്കെ നമ്മൾ ആശയപരമായി പിൻപറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ആശയത്തെയും ഏതെങ്കിലും നേതാവിനെയും ലോകത്തിന് ഇന്നും ആവശ്യമുണ്ട്. അത് വെറും ഞായറാഴ്ച ക്രിസ്ത്യാനിയാണെങ്കിലും യുക്തിഭദ്രമായിട്ട് വിശ്വാസം കണ്ടെത്തിയ വ്യക്തിയാണെങ്കിലും അല്ലെങ്കിലും വിശ്വാസി അല്ലെങ്കിൽ പോലും എല്ലാവർക്കും ഒന്നുപോലെ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്, ലോകത്തിനൊരു നേതാവിനെ ആവശ്യമുണ്ട്, ലോകത്തിനൊരു ആശയത്തെ ആവശ്യമുണ്ട്. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠനായ നേതാവും ഏറ്റവും ശ്രേഷ്ഠനായ ആശയം മുമ്പോട്ട് വെച്ചതും ക്രിസ്തുവാകയാൽ ക്രിസ്തുവിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോ ക്രിസ്തു മുമ്പോട്ട് വെച്ചതിനേക്കാളും മേൽമയേറിയ ഒരാശയമോ നിങ്ങൾ കൊണ്ടുവാ, അന്ന് ഞാൻ സ്വീകരിക്കാമെന്ന് പറയുക മാത്രമേ ഞാൻ ഇതിനകത്ത് ഉത്തരം കാണുന്നുള്ളൂ. കാരണം ജെന്യുവിൻ അല്ല ഈ ക്വസ്റ്റ്യൻ ഉയർത്തുന്നവർ. കാരണം ക്രിസ്തുവിന്റെ സംഭാവന ഇവർ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. ക്രിസ്തു വിശ്വാസികൾ ലോകത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവന, ശാസ്ത്രീയ മേഖലയിലെ സംഭാവന, സാമൂഹ്യ പ്രതിബദ്ധത മേഖലയിലെ സംഭാവന, കാരുണ്യ പ്രവൃത്തിയുടെ മേഖലയിലെ സംഭാവന, ഇതൊക്കെ കണ്ടുകൊണ്ട് ഇതിനെ ഒന്നും കാണാതെ വേറെ ഏതെങ്കിലും മതമോ വേറെ ഏതെങ്കിലും ഇസങ്ങളോ ഈ മേഖലയിൽ മത്സരിക്കാൻ പോലും ഇല്ല എന്ന് ഓർക്കണം. എന്നിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ഈ ചോദ്യം ചോദിക്കുന്ന വ്യക്തികളുടെ ഇന്റൻഷൻ കറക്റ്റ് അല്ല. ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ടു ലീവ് ആൻഡ് ലെറ്റ് ലീവ് എന്ന് പറയുന്ന പുതിയ മതം നമ്മുടെ തലമുറയുടെ മേഖലയിൽ, അല്ലെങ്കിൽ ഇവിടെ ബ്രദർ പറഞ്ഞതുപോലെ ഞായറാഴ്ച പള്ളി പോവുക മാത്രം ചെയ്യുന്ന ശുദ്ധ വിശ്വാസികളുടെ മേലെ കെട്ടിയേൽപ്പിക്കാനുള്ള കെണിയാണ്. ഈ കെണിക്കെതിരെ വളരെ സിമ്പിളായ ഉത്തരം ഇത്രയേ ഉള്ളൂ: ഒരു വ്യക്തി ക്രിസ്തുവിനേക്കാളും ബെറ്ററായ വ്യക്തി എവിടെ? ക്രിസ്തു മുമ്പോട്ട് വെച്ചതിനേക്കാളും ബെറ്ററായ ആശയം എവിടെ? ക്രിസ്തുവും ക്രിസ്തു ദർശനങ്ങളും ഇല്ലാത്ത രാഷ്ട്രങ്ങളുടെയും സമൂഹത്തിന്റെ സ്ഥിതി എടുത്തു നോക്കുക, എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള മറുചോദ്യമാണ് ഇതിന്റെ ഏറ്റവും നല്ലത്. കാരണം അവരെ കൃത്യമായ ബോധ്യത്തിൽ നിന്നുകൊണ്ടല്ല, ഹിഡൻ അജണ്ടയിൽ നിന്നുകൊണ്ടാണ് ചോദിക്കുന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ യുവജനങ്ങൾ ഫേസ് ചെയ്യുന്നതാണ്. ഒരുപാട് ചോദ്യങ്ങളാണ് അവരുടെ മുന്നിലേക്ക് വരുന്നത്, കൺഫ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു കൺഫ്യൂഷൻസിൽ അവർക്ക് കൃത്യമായിട്ട് ഉത്തരങ്ങൾ കിട്ടാറില്ല. അതാണ്, അല്ലെങ്കിൽ അവർ അന്വേഷിക്കാറില്ല. അതായിരിക്കും ഒരു പരിധിവരെയുള്ളതിൻ്റെ പ്രശ്നം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കറക്റ്റാണ്. ഈ യുവജനങ്ങളുടെ ഇടയിൽ നിന്ന് ചോദ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പകരമായി അവരുടെ ദർശനമല്ല വെക്കുന്നത്. അവർ വെറുതെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ പകരമായി ഉന്നതമായ മറ്റൊരു മൂല്യം ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നവർ പറയുന്നില്ല. അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്, നിന്റെ യൗവനത്തിലെ ഭാര്യയെ ഉപേക്ഷിക്കരുത്. പ്രേമത്തിൽ ഏറ്റവും മനോഹരമായ ഉദാഹരണമല്ലേ അത്? വിവാഹം കഴിക്കേണ്ടത് എങ്ങനെയാണ്? ഇഷ്ടപ്പെട്ട് ആ ഭാര്യയോടൊത്ത് ജീവിക്കണം, അത് അങ്ങ് വരെ ഉണ്ടാകണം, കൃത്യമായി പഠിക്കും. കാരണം ശാരീരിക ആവശ്യങ്ങൾ തീരുന്നില്ല. ഒരു പുരുഷന്റെ ലൈംഗിക ആവശ്യം അവന്റെ മരണം വരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊന്നും അന്തമില്ല. അതുകൊണ്ട് നിരവധിയായ വിവാഹങ്ങൾ കഴിക്കുന്നതുകൊണ്ടോ ജസ്റ്റ് ലീവിങ് ടുഗദർ കൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഇതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് മാതാപിതാക്കളെ മാനിക്കണം, കൃത്യമായ രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ പാലിക്കണം, അധികാരികളെ മാനിക്കണം. ക്രിസ്തുവിലായിരിക്കുക എന്ന് പറഞ്ഞാൽ
ഈ ലോകത്തിൽ നിന്നൊരു ലോകത്തിലാണ് ജീവിക്കേണ്ടതെങ്കിലും ഒരു വേർപാടിന്റെ ജീവിതമാണ്. അതായത് ശാരീരിക പ്രവണതകളെ ആത്മാവിനാൽ നിഗനിക്കേണ്ടി വരും. അപ്പൊ നോക്കി, എന്റെ ശരീരത്തിൽ ഞാനൊരു നിയമം കാണുന്നു, അതിന്റെ ആത്മാവിനെതിരായി പോരാടുന്നു, എന്റെ ആത്മാവിന്റെ നിയമം കാണുന്നു, എന്റെ ശരീരത്തിനെതിരായി പോരാടുന്നു. ഇത് പുതിയ തലമുറയ്ക്ക് മനസ്സിലാകുന്നു. പുതിയ തലമുറ എന്നതുകൊണ്ട് പുതിയ യുഗത്തിന്റെ എല്ലാവരെയും ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മാത്രമാണ് ഇത് ഉന്നയിക്കുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ക്രിസ്തു വിശ്വാസികൾ ലോകത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചേനെ. ക്രിസ്തു വിശ്വാസികളുടെ കുറവുകളെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്, ഈ പറയുന്ന ക്രിസ്തുവിന്റെ ദർശനത്തിന് ബദലായി എന്ത് ദർശനമാണെന്ന് ലോകത്തിന് നൽകാനുള്ളത്? ക്രിസ്തുവിന് പകരം നിൽക്കുവാൻ സാധിക്കുന്ന ലോകത്തിലെ സകല ആത്മീയ നേതാക്കളെയും കൂട്ടിവെച്ചാലും ക്രിസ്തുവിന്റെ പുണ്യവുമായി നിൽക്കുന്ന ആരാണുള്ളത്? ചരിത്രത്തെ ഇത്രത്തോളം സ്വാധീനിച്ച വ്യക്തി, ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ തങ്ങളെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കാൻ സാധിക്കുന്ന മദർ തെരേസ പറഞ്ഞതുപോലെ, രോഗികളിൽ ഞാൻ ക്രിസ്തുവിനെ കാണുന്നു, ക്രിസ്തുവിൽ ഞാൻ രോഗികളെ കാണുന്നു, ദരിദ്രരിൽ ഞാൻ രോഗികളെ കാണുന്നു, ദരിദ്രരിൽ ഞാൻ ക്രിസ്തുവിനെ കാണുന്നു, ക്രിസ്തുവിൽ ഞാൻ ദരിദ്രരെ കാണുന്നു. ഫാദർ ഡാമിയൻ, കുഷ്ഠരോഗികളിൽ ഞാൻ ക്രിസ്തുവിനെ കാണുന്നു, ക്രിസ്തുവിൽ ഞാൻ കുഷ്ഠരോഗികളെ കാണുന്നു. നോക്കുക, ഇത്ര മഹനീയമായ ആദർശം മുമ്പോട്ട് വെച്ച ഒരേ സമയം ഡിമാൻഡിങ് ആണെന്നുള്ളതാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ശാരീരിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുവാനുള്ള ആധുനിക കാലഘട്ടത്തിന്റെ വ്യഗ്രതയിൽ നിന്നാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ബ്രദർ പറയുന്ന ഉത്തരം എന്താ വളരെയധികം പവർഫുൾ ആണ്. ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് മനഃപൂർവ്വം ക്രിസ്തുവിനെ ഒഴിവാക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സയൻസ് ക്രിസ്തുവിനെ ഒഴിവാക്കുന്നതിനുള്ള, എസ്പെഷ്യലി യുവജനങ്ങളുടെ ഇടയിലാണ് ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും സയൻസിൻ്റെ പറയുമ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ദൈവവിശ്വാസികളല്ലേ, അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ, അല്ലെങ്കിൽ കൊറോണ വന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവത്തിന് മാറ്റാമായിരുന്നല്ലോ, മനുഷ്യനല്ല മരുന്ന് കണ്ടുപിടിച്ചതെന്നൊക്കെ ചോദ്യങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പം അതേപോലുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താ, നമ്മൾ എന്തുകൊണ്ടാണ് മനഃപൂർവ്വം ക്രിസ്തുവിനെ ഒഴിവാക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിന് സാറ് കറക്റ്റായിട്ട് അല്ലെങ്കിൽ ബ്രദർ ഉത്തരം പറയൂ. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് പ്രശ്നം. അതിലെ കാര്യം അതാണ് കിടക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്നാ പറയുന്നത്, ഈ ലോകത്തിലേക്ക് പറന്നുയരാൻ ഇങ്ങനെ വ്യഗ്രതപ്പെടുകയാണ്, ലോകത്തോട് അനുരൂപപ്പെടാൻ. അതിനൊരു കാരണം കണ്ടെത്തണം. മനുഷ്യൻ ചെയ്യുന്നതിനെല്ലാം മനുഷ്യൻ കാരണം കണ്ടെത്തും. ആ കാരണം കണ്ടെത്തൽ മാത്രമാണ് ഇത് എന്നുള്ളതാണ്. അല്ലാതെ ആ ക്വസ്റ്റ്യൻ അതിൽ തന്നെ ജെന്യൂൻ അല്ല. കാരണം ഒരു പരിപൂർണതയിലേക്ക് എത്തിയ വ്യക്തി, മറ്റുള്ള പൂർണ്ണതയ്ക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തി മറ്റൊരാളെ ആപേക്ഷികമായി പറഞ്ഞുകൊണ്ടല്ല, കുറ്റം പറഞ്ഞുകൊണ്ടല്ല വരിക. ഇപ്പൊ ക്രിസ്തുവിൽ ഒരാൾക്ക് ജീവിക്കാനോ ജീവിക്കാതിരിക്കാനോ സ്വാതന്ത്ര്യം നമ്മളാരും നിഷേധിക്കുന്നില്ല. അപ്പൊ സഭയ്ക്ക് രാഷ്ട്രീയ അധികാരമില്ല, ആഭ്യന്തരമായ ഇതില്ല, അടിച്ചേൽപ്പിക്കലില്ല. അവർക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. വൈക്കാണ്ട് അവർക്ക് എന്തുകൊണ്ട് സ്വന്തമായി തെരഞ്ഞെടുത്ത് അങ്ങനെ ജീവിച്ചുകൂടാ? അവരുടെ ആ മനസ്സാക്ഷിയിൽ അത് കുത്തുലേക്കുന്നത് കൊണ്ടാണ്. അപ്പൊ കുറച്ചാൾക്കാരെ കൂട്ടുപിടിക്കാനുള്ള പരിശ്രമം മാത്രമാണ് സംഭവിക്കുന്നുള്ള. അവരുടെ മനസ്സാക്ഷി കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ആ മനസ്സാക്ഷിയുടെ വിളിയിൽ നിന്നാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത്. അത് അവരുടെ ഉള്ളിലെ പ്രശ്നമാണ്. അപ്പൊ കുറെ പേർ ഒന്നിച്ചുണ്ടെങ്കിൽ അത് സാധിക്കും. അതുകൊണ്ടാണ് ഒരു ഇസത്തിൽ നിന്ന് മറ്റിസത്തിലേക്ക് പോകാനുള്ളതായ സ്വന്തം ഇസം, അവനവനിസം എന്ന് പറയുന്ന ഒരു ഇസമാണ് ഇപ്പൊ ഉരുത്തിരിഞ്ഞു വരുന്നത്. അതിലേക്കുള്ള വാദഗതികളാണ് ഉയർത്തിക്കൊണ്ട് വരുന്നത്. അല്ലാതെ ഒരിക്കലും, അല്ലെങ്കിൽ തീർച്ചയായും അത് മോശമാണെങ്കിൽ പകരം ഇത് നല്ലതാണ് എന്ന് പറയുകയാണ് യുക്തിഭദ്രമായ പുതിയ വാദം. അത്തരമൊരു വാദം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥ സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ നന്മ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു തലമുണ്ട്. ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇവിടെ വരുന്ന അതല്ല. നിലവിലായിരിക്കുന്ന ഈ ക്രിസ്തു ദർശനത്തെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക, ജഡപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ക്രിസ്തു ദർശനമാണെന്ന് ലോകത്തിന് ശത്രു. അതല്ലേ പറഞ്ഞ, നിങ്ങൾ ലോകത്തിലാണെന്ന ലോകത്തിൻ്റെതല്ല, ഗുരുവും നാഥനുമായി എന്നെ ലോകം വെറുത്തുവെങ്കിൽ നിങ്ങളെയും വെറുക്കും. കൃത്യമായ ക്രിസ്തു പഠിപ്പിച്ചല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കണം, വേർപാടിന്റെ ജീവിതമാണ്. ശാരീരിക പ്രവണതകളിൽ നിന്ന് മാറി ജീവിക്കേണ്ടി വരും. ഏകഭാര്യയോടുകൂടി ജീവിക്കേണ്ടി വരും. ഉത്തരവാദിത്തോടെ മക്കളെ വളർത്തേണ്ടി വരും. മാതാപിതാക്കളോട് ഉത്തരവാദിത്തം കാണിക്കേണ്ടി വരും. രാഷ്ട്രത്തോട് ഉത്തരവാദിത്തം കാണിക്കേണ്ടി വരും. ഇതിൽ നിന്ന് മോചിതനാകുന്നതിന് വേണ്ടിയാണ് ഈ വാദം ഉന്നയിക്കുന്നത്. സൗദിയിൽ ജീവിച്ചാലും അവിടെ നിയമം അനുസരിക്കേണ്ടി വരും. ചൈനയിൽ ജീവിച്ചാലും നിയമം അനുസരിക്കേണ്ടി വരും. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ലോകത്തിന്റെ നിയമങ്ങൾ അവനെ അസ്വസ്ഥപ്പെടുത്തുകയില്ല. അതിന് മുകളിലേക്ക് കടന്ന് ജീവിക്കേണ്ടി വരും. ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു സംശയമാണ്, നമുക്കിപ്പോൾ പാപം ചെയ്യാനുള്ളൊരു കുറുക്കുവഴി അത് കണ്ടെത്തുക. ഇപ്പോൾ ഇതേപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് ദൈവവിശ്വാസമില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്ന ഒരു മോറൽ ലൈഫാണ്. ആ ഒരു ലൈഫിൽ നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്നതൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതുണ്ട്. അപ്പം നമുക്ക് തോന്നുന്നത് പാപം ചെയ്യാനായിട്ട് ഒരു ഈസി, അല്ലെങ്കിൽ ഒരു കുറുക്കുവഴി കണ്ടുപിടിക്കാൻ വേണ്ടി, അതിനൊരു ന്യായീകരണം നൽകാൻ വേണ്ടിയിട്ടുള്ള ഇതായിരിക്കുമല്ലേ സാറേ ഈ ഒരു ചോദ്യങ്ങളുടെയൊക്കെ, അല്ലെങ്കിൽ ഈ കൺഫ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളുടെയൊക്കെ ആൻസർ?
ഒന്ന്. രണ്ടാമത് ബ്രദറെ, അതിനകത്ത് വേറൊരു കാര്യം വരുന്നത്, ഇത് മനുഷ്യനാൽ സാധ്യമല്ല എന്നല്ല. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് സാധ്യമല്ല, പക്ഷെ എനിക്ക് സാധ്യമാണ്. അപ്പൊ ക്രിസ്തു ഇതിന്റെ മേലെ അളന്നു നോക്കിക്കൊണ്ട് നിങ്ങൾ അങ്ങനെ ഭാര്യയുള്ള ഒരാൾ വേറെ പെണ്ണുങ്ങളെ നോക്കുന്നുണ്ടോ, അങ്ങനെ അളന്നു നോക്കുന്നതല്ല. നിങ്ങളുടെ ബലഹീനതകളിൽ നിങ്ങളോടൊത്ത് സഹതപിക്കാൻ കഴിയാത്തവനല്ല ഞാൻ. എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ എന്നാ ഉള്ളത് എന്റെ അടുത്തേക്ക് കൊണ്ടുവരിക എന്ന് ക്രിസ്തു പറയുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ പാപം ചെയ്യാതെ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചേൽപ്പിക്കുന്നതൊന്നും ക്രിസ്തു അടിച്ചേൽപ്പിച്ചിട്ടില്ല. മറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? പുത്രൻ നിങ്ങൾക്കിത് സാധ്യമല്ല, പുത്രൻ നിങ്ങളെ സ്വതന്ത്രനാക്കിയാൽ നിങ്ങൾക്കിത് സാധ്യമാണ്. അതാണ് പൗലോസ്ലീഹ പറയുന്നത്. എന്റെ ശരീരത്തിലെ നിയമം കാണുന്നു, അത് ആത്മാവിനെതിരായി പോരാടുന്നു. ഞാൻ ദുർഭകനായ മനുഷ്യൻ. പൗലോസ്ലീഹ കുറ്റം പറയുകയല്ല ചെയ്തത്, മറിച്ച് ഞാൻ ദുർഭകനായ മനുഷ്യൻ, ആരെ എന്നിൽ നിന്ന് ഇതേ മോചിപ്പിക്കും? കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്നാ പറഞ്ഞത്. അപ്പൊ യേശുവിന്റെ അടുത്ത് ആയിരിക്കുക, യേശുവിനോട് കൂടെ ആയിരിക്കുക, യേശുവിലായിരിക്കുക. അവനാണ് നമ്മളെ ഏകഭാര്യത്തോടൊത്തും രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധതയിലും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയിലും ജീവിക്കാൻ അവനാണ് നമ്മളെ ശക്തിപ്പെടുത്തേണ്ടത്. പലപ്പോഴും നമ്മൾ ധരിച്ചു വശമാകുന്നതിന്റെ കാരണം ഞാനാണത് ചെയ്യേണ്ടതെന്നുള്ള ബോധ്യം പലരും ചിന്തിക്കുന്നത്. ഒരിക്കലുമല്ല. വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. അത് ദാനമാണെന്നാ പറയുന്നത്. അപ്പൊ ഈ ദാനത്തിന് വേണ്ടി ദൈവസന്നിധിയിലായിരിക്കുക. അവനാണ് എന്നെ കൊണ്ട് എന്റെ ഭാര്യയോടൊത്ത് സമാധാനത്തിൽ ജീവിക്കാൻ എനിക്ക് കൃപ നൽകേണ്ടത്, എന്റെ മക്കളോട് ഉത്തരവാദിത്വപൂർണ്ണമായി ജീവിക്കാൻ കൃപ നൽകേണ്ടത്. ഇത് അവന്റെ കടമയാണ്. നമ്മൾ പലപ്പോഴും കരുതുന്നത് ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യണമെന്നുള്ളതാ. പൂർണ്ണമായും ക്രിസ്തുവിന് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതമെന്ന് പലപ്പോഴും പറയുന്നതിൽ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു വശം കൊണ്ടുവരുന്നതിൽ നമുക്ക് വീഴ്ച പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വേർപാടിന്റെ ജീവിതമാണ്. ലൗകികതയിൽ നിന്ന്, ജഡത്തിൽ നിന്ന്, ശാരീരിക പ്രവണതകളിൽ നിന്ന് ആത്മാവിലുള്ള ജീവിതമാണ് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് സാധ്യമല്ല എന്നും, ഇത് ക്രിസ്തുവാണ്, നമ്മൾ പരിശുദ്ധാത്മാവാണ് നമ്മളെ കൊണ്ട് ശക്തിപ്പെടുത്തി ചെയ്യിക്കുന്നത് എന്നുള്ള ഒരു വശം നമ്മൾ പലപ്പോഴും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ടാണല്ലോ നമ്മുടെ എന്ത് ബലഹീനതകളാണെങ്കിലും നമ്മൾ ക്രിസ്തുവിന് കൊടുക്കുക. ആരാധനകളിൽ പങ്കെടുത്തുകൊണ്ടും പ്രാർത്ഥനകളിൽ പങ്കെടുത്തുകൊണ്ടും ഒക്കെ ക്രിസ്തുവിനോട് കൊടുക്കുക. കർത്താവ് ഇതാ, ഇപ്പൊ നമുക്കറിയാലോ, കാനാൻകാരി എന്റെ കുഞ്ഞിനെ പിശാച് ബാധിച്ചിരിക്കുന്നു, രക്തസ്രാവക്കാരി, എല്ലാവരുടെ ഉപമകൾ എടുത്ത് നോക്കിക്കേ. അപ്പം നമ്മൾ ക്രിസ്തുവിന് നമ്മെ തന്നെ സറണ്ടർ ചെയ്യുക എന്നുള്ളതായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു സമർപ്പണത്തിൻ്റെതാണ്, ഒരു ടോട്ടൽ സറണ്ടറിൻ്റെതാണ് എന്നുള്ളത് ഇനിയെങ്കിലും നമ്മൾ പറയേണ്ടിയിരിക്കുന്നോ, കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു തലം അവിടെ വരുന്നുണ്ട്. പക്ഷെ ഇത് പരിശുദ്ധാത്മാവാണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും സാധ്യമല്ല എന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനാണ് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. നാം ചെയ്യാൻ വേണ്ടി യേശു ക്രിസ്തുവിൽ മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇത് ക്രിസ്തുവിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് മക്കളോടൊക്കെ ആണെങ്കിലും യുവതിമാക്കളോടും പറയണം, നിങ്ങൾ അങ്ങനെ പേടിക്കുമൊന്നും വേണ്ട. മൊബൈലിന് അടിമപ്പെട്ടു പോകുമെന്ന് പേടിച്ചിട്ടോ, അല്ലെങ്കിൽ മൊബൈലിൽ ഒന്ന് വീണുപോയി എന്നോർത്തുകൊണ്ട് ക്രിസ്തുവിലേക്ക് വരാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവന് നിങ്ങളെ മനസ്സിലാകും. നിങ്ങളുടെ കൈവശം എന്തുണ്ട് അതുമായിട്ട് അവന്റെ അടുത്ത് ചെല്ലുക. 5 അപ്പം കൊണ്ട് എന്നതുപോലെ, തളർവാദ രോഗിയെ കൊണ്ട് എന്നതുപോലെ അവന്റെ അടുത്തേക്ക് ചെല്ലുക എന്ന് പറയുന്ന നമ്മുടെ ബലഹീനതകൾ അവന് കൊടുക്കുക. നമ്മുടെ പുണ്യങ്ങൾ അവന്റെ അടുത്തുള്ളിടത്തോളം വേറെ ആരുടെ അടുത്തും ഇല്ലല്ലോ. ആ ഒരു തലം കൂടി പ്രസംഗിക്കപ്പെടേണ്ടതുണ്ടോ ഈ കാലഘട്ടത്തിൽ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ അളക്കുന്ന ഒരാളാണ്, വിധിക്കുന്ന ഒരാളാണ് ക്രിസ്തു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ക്രിസ്തുവിൽ നിന്ന് രക്ഷപ്പെടണം, ക്രിസ്തുവിലായിരുന്നാൽ ജീവിക്കാൻ പ്രയാസകരമാണ് എന്നുള്ള ഒരു സന്ദേശവും പുതിയ തലമുറയിലേക്ക് എത്തുന്നുണ്ടോ, അത് അവരുടെ ഉപബോധ മനസ്സിനെ അലട്ടുന്നുണ്ടോ എന്നുള്ളത് ശരിക്കും നമ്മൾ കുറച്ചുകൂടെ ഗൗരവബോധത്തോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ വിധിക്കാൻ കാത്തു നിൽക്കുന്ന, അളക്കാൻ കാത്തു നിൽക്കുന്ന, നമ്മുടെ ബലഹീനതകളും ശാരീരിക പ്രവണതകളും മനസ്സിലാക്കാത്ത ഒരുവനാണ് ക്രിസ്തു എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ധരിക്കുന്നുണ്ടോ എന്നും, അങ്ങനെ നമ്മൾ അവരോട് പറയുന്നുണ്ടോ എന്നും ഒന്നുകൂടി ആ ഒരു വശവും കൂടി പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നി ഈ കാലഘട്ടത്തിൽ. ഓക്കെ, താങ്ക് യു സാറേ. അല്ലെങ്കിൽ ബ്രദർ ഇത്രയും നേരം നമ്മുടെ കൂടെ ഈ ഒരു ബ്രദറിൻ്റെ വിലപ്പെട്ട ഒരു സമയത്തിൽ ഞങ്ങളുടെ ആയിരിക്കാനും ഈ ഒരു ചോദ്യങ്ങൾക്കുള്ള വളരെ ശക്തമായിട്ടുള്ള മറുപടികളൊക്കെ നൽകുന്നതിന് സാറിന് ഏറെ സ്നേഹത്തോട് നന്ദിപൂർവ്വം ഓർക്കുന്നു. താങ്ക് യു സാർ. യേശുനാമത്തിൻ്റെ ശക്തി, യേശുനാമത്തിൻ്റെ മഹനീയത, യേശുനാമത്തിൻ്റെ പരിശുദ്ധി, ഈ ഒരു വിഷയങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ മണിക്കൂർ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇനി മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.